ചൂടും എക്സാമിന്റെ ചൂടും ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്ന റംസാനൊക്കെയാണ്. ഈ സമയത്ത് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുട്ടികളെല്ലാം പഠിച്ച് മുന്നേറിയ കുട്ടികളുണ്ടാവും. അവർക്കൊരു മിനിമം അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസിന് ഇനി തുടങ്ങാത്ത കുട്ടികൾക്ക് ഇനി ഒരു 10-12 ദിവസത്തോളം അതെങ്ങനെ യൂസ്ഫുൾ ആക്കാമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ചുരുക്കി പറയും. ഉണ്ട്, തീർച്ചയായിട്ടും പറയാനുണ്ട്. കാരണം നമ്മൾ പിന്നെ 12th എക്സാം അല്ലെങ്കിൽ 10th എക്സാം എന്നൊക്കെ പറയുമ്പം ഒരുപാട് കുട്ടികൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് എന്നൊക്കെ പറയുന്നതാണ്. പാരൻസിന് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല, പക്ഷെ അത്രയും ഒരു ഫോഴ്സ് ചെയ്തിട്ട് കുട്ടികളെ ആ ഒരു പ്രഷറിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള ദിവസങ്ങളൊന്ന് നന്നായിട്ട് ഞാൻ പ്രത്യേകം പറയുന്ന ബിലോ ആവറേജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്സ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇനി വരുന്ന ഈ ഒരു 10-12 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒരു 13 hours പറഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം മാറ്റി വെച്ചിട്ടുള്ള 13 hours ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഒരു ഉച്ചയുറക്കം, അതേപോലെ നിങ്ങളുടെ റെസ്റ്റിംഗ് ടൈം, ഫുഡ് ടൈം എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 13 hours നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പിന്നെ മിനിമൽ മാർക്ക് എല്ലാ സബ്ജക്റ്റിനും കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളൊരു രാവിലെ 6-6:30 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഈവനിങ് ഒരു 11 o'clock വരെ ഉള്ള ടൈം നിങ്ങൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാതെ നല്ലൊരു കൃത്യമായ ടൈം ടേബിൾ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് അത് ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിലെ ഒരു യൂണിറ്റ് ഒരു 6-7 യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 1 മണിക്കൂർ അതിലെ ഒരു യൂണിറ്റിനെ കണ്ടാൽ മതി. 1 മണിക്കൂർ കണ്ട് അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ്, അതായത് കണ്ടിന്യൂസ് ഒരു സബ്ജക്റ്റ് അല്ല ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ആണ് ഒരു 6 o'clock സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ 7 നിങ്ങൾ വേറൊരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലെ യൂണിറ്റിനെ കൂടുതൽ യൂണിറ്റ് പ്രത്യേകിച്ച് വരുന്നത് മാത്സ് പോലുള്ള സബ്ജക്റ്റിലാണ്. അപ്പോൾ മാത്സ് പോലുള്ള സബ്ജക്റ്റിന് ആ 1 മണിക്കൂർ നിങ്ങൾ ചിലപ്പോൾ 2 യൂണിറ്റ് അല്ലെങ്കിൽ 3 യൂണിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഒരു 11 മണി വരെ അത് അറേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ, മാത്രമല്ല ഉച്ചയ്ക്കുള്ള ഉറക്കം കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഉച്ചയ്ക്ക് നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുന്നേ വേണം. അതൊരു 1:30-2 o'clock കിടന്നു കഴിഞ്ഞാൽ ഒരു 3-3:30 നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് വീണ്ടും പഠിക്കാനിരിക്കുക. അതേപോലെ തന്നെ ഇടയിലാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നതിന് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ഇരുന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഫോണിലെ റീലിലേക്ക് പോയിരിക്കുക. റീൽസ് പോലുള്ള നമ്മൾ ജസ്റ്റ് ഫോണിലേക്ക് പോകുമ്പോൾ നമ്മളെ സമയത്തെ കൊല്ലുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിലേക്ക് പോവാതെ നിങ്ങൾ മാക്സിമം മ്യൂസിക് കേൾക്കാൻ സമയം കണ്ടെത്തുക. ഒരു 10-15 മിനിറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി വിയിലാണെങ്കിലും ജസ്റ്റ് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ്സ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് മൂവി കാണാം, അല്ലെങ്കിൽ സോങ്സ് കേൾക്കാം, വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതൊക്കെ എൻഗേജ് ചെയ്തിട്ട് അത് ചെയ്യാം. ഫോണിലേക്ക് മാക്സിമം നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അറേഞ്ച് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 2 hours കഴിയുമ്പോഴുള്ള ബ്രേക്കിംഗ് സമയം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയിൽ